മുഴുവൻ വിശ്വാസികൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥന മുസ്ലിമീങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അതാണ് നമ്മുടെ പ്രാർത്ഥന. അല്ലാഹുവേ, മുഴുവൻ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും, മുഴുവൻ മുസ്ലിമീങ്ങൾക്കും മുസ്ലിമാത്തുകളായ ആളുകൾക്കും, അതേപോലെ തന്നെ അവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും എല്ലാം നീ പുറത്തു നൽകണം. ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബന ഗ്ഫിർ ലനാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ, വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ മുൻകടന്ന ആളുകൾക്കൊക്കെ നീ പുറത്തു നൽകണമേ. ഇനി നോക്കൂ, നിങ്ങൾ അടുത്തത് കുറച്ചുകൂടി വ്യക്തതയുള്ളതാണ്. വലാ തജ്അൽ, അല്ലാഹുവേ നീ ഉണ്ടാക്കരുതേ, ഫീ ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഗില്ലൻ, എന്തെങ്കിലും ഒരു വെറുപ്പ്, വിദ്വേഷം, ഒരു അസൂയ, അതല്ലെങ്കിൽ പക, അത് ഞങ്ങളുടെ മനസ്സിൽ നീ ഉണ്ടാക്കരുതേ. ആരോട്? ലില്ലദീന ആമനു, സത്യവിശ്വാസികളോട്, മുസ്ലിമീങ്ങളോട്. മുസ്ലിമീങ്ങളിൽ ഒരാളോടും ഞങ്ങളുടെ മനസ്സിൽ നീ ഒരു പകയും വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കരുതേ റബ്ബേ. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. പക്ഷേ പലരും ഇത് പ്രാർത്ഥിക്കുന്നില്ല എന്ന് മാത്രമല്ല, മറിച്ച് ശത്രുത വർദ്ധിച്ച് കിട്ടാൻ വേണ്ടി പോലും പ്രാർത്ഥിക്കുന്ന ആളുകൾ, വിശ്വാസികൾ തമ്മിൽ അകലാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ, പിണങ്ങാനും ഷണ്ട കൂടാനും അകലാനും വേർപിരിയാനും ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചവർ, അതിനുവേണ്ടി മാത്രം ലേഖനങ്ങൾ എഴുതുന്നവർ, അതിനുവേണ്ടി മാത്രം പ്രസംഗം നടത്തുന്നവർ, അതിനുവേണ്ടി മാത്രം പ്രബോധന പ്രവർത്തനം നടത്തുന്നവർ, അങ്ങനെ വിശ്വാസികൾ തമ്മിൽ വെറുപ്പും വിദ്വേഷവും അകൽച്ചയും ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. ഓരോ മുസ്ലിമും ആഗ്രഹിക്കേണ്ടത്, എങ്ങനെയാണ് എനിക്കെൻ്റെ സഹോദരനോട് ഇണങ്ങാൻ കഴിയുന്നത്, എങ്ങനെയാണ് ഒന്നാവാൻ കഴിയുന്നത്, എങ്ങനെ ആ വ്യക്തിയോടുള്ള വെറുപ്പും വിദ്വേഷവും എൻ്റെ മനസ്സിൽ നിന്ന് അകറ്റാം, ആ വ്യക്തിയെ സഹോദരനെ പോലെ കാണാൻ, ആ വ്യക്തിയോട് മഹബത്തുണ്ടാവാൻ, മവദ്ദത്തുണ്ടാവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് നാം ചിന്തിക്കേണ്ടതും നാം ആലോചിക്കേണ്ടതും നാം പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടതും നാം പ്രാർത്ഥിക്കേണ്ടതും. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനു, സത്യവിശ്വാസികളിൽ ഒരാളോടും ഞങ്ങളുടെ മനസ്സിൽ നീ ഒരു വെറുപ്പോ വിദ്വേഷമോ ഉണ്ടാക്കരുതേ റബ്ബേ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നക, തീർച്ചയായും നീ റഊഫുൻ, പരമദയാലുവാണ്, റഹീമുൻ, കാരുണ്യവാനുമാണ്.